ടെഹ്റാനിൽ ഇറാന്റെ അതിഥിയായി എത്തിയ ഹമാസ് നേതാവ് ഇസ്മയിൽ ഖനിയയെ ഗസ്റ്റ് ഹൗസിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ വിഷയത്തിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള ഖൊമേനി തന്നെ പരസ്യമായി ഇസ്രയേലിന് കനത്ത ശിക്ഷ നൽകുമെന്ന് പറഞ്ഞതോടെ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന അവസ്ഥ തന്നെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇസ്രയേലിനെതിരെ തിടുക്കപ്പെട്ട് തിരിച്ചടിക്കില്ലെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. സമയം ഞങ്ങളുടെ ഭാഗത്താണ്, അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കുവാനുള്ള കാത്തിരിപ്പ് നീണ്ടേക്കുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് അലി മുഹമ്മദ് നൈനി പറഞ്ഞതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ കണക്ക് കൂട്ടിയുള്ള ഒരു തിരിച്ചടിയായിരിക്കും നൽകുകയെന്ന് IRGCയുടെ മുൻ കമാൻഡർ ഇൻ ചീഫ് കൂടിയായ മൊഹസിൻ റൈസിയെയും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം കണ്ടെത്തുകയുണ്ടായി. ഇസ്രയേലിന്റെ കണക്കുകൾ അനുസരിച്ച് ഇനിയും 109 ബന്ദികൾ കൂടിയുണ്ടെന്നും അതിലൊരു 36 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇസ്രയേൽ ഭരണകൂടം കരുതുന്നത്. ഗസയിൽ വെടിനിർത്തലിനായിട്ടുള്ള ചർച്ചകൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് ഈ ബന്ദികൾ കൊല്ലപ്പെട്ട വാർത്ത എത്തുന്നത്. കരാറിനോട് അനുകൂല നിലപാടാണ് ഇസ്രയേൽ എടുത്തിരിക്കുന്നതെന്നാണ് ബ്ലിങ്കൻ പറയുന്നത്. ഹമാസ് കൂടി യെസ് പറഞ്ഞാൽ വെടിനിർത്തൽ കരാർ നടപ്പിലാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ബ്ലിങ്കനും ബൈഡൻ ഭരണകൂടവും. ഇസ്മയിൽ ഖനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടപ്പോൾ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുഹദ് ഷൂക്കർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഫുഹദ് ഷൂക്കൂറിന്റെ കൊലപാതക ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തെങ്കിലും ഇസ്മയിൽ ഖനിയയുടെ കാര്യത്തിൽ ഇനിയും ഇസ്രയേൽ ഒന്നും വിട്ടുപറഞ്ഞിട്ടില്ല. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.